കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയും കാറ്റും അനുഭവപ്പെടുകയാണ്. വടക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പുള്ളത്. കീഴൂർ കടപ്പുറം സ്വദേശി ശാരികയുടെ വീടിന് പുലർച്ചെ തകർന്നു വീണു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് പുലർച്ചെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അലേർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ കനത്ത മഴ ജില്ലയിൽ പെയ്യുന്നു. അതോടൊപ്പം തന്നെ കനത്ത കാറ്റ്, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഇവിടെ തുടരുകയാണ്. അതിനിടെ പലയിടങ്ങളിലായി കനത്ത നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കീഴൂർ കടപ്പുറം സ്വദേശിയായ ശാരികയുടെ വീട് തകർന്നു വീഴുന്നത്. നമുക്ക് കാണാം, കനത്ത മഴയും കാറ്റുമായിരുന്നു ഈ പ്രദേശത്ത് പുലർച്ചെ മുതലുണ്ടായിരുന്നത്. വീടിൻ്റെ മേൽക്കൂര ആദ്യം തകർന്നു വീഴുകയായിരുന്നു. പിന്നീട് വീടിൻ്റെ ചുമരടക്കം തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് ശാരികയും 2 മക്കളും രോഗബാധിതനായ സഹോദരനുമായിരുന്നു വീടിനകത്തുണ്ടായിരുന്നത്. അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്നിരുന്നാലും ശാരികയുടെയും 2 കുഞ്ഞുങ്ങൾക്കും കൈക്ക് പരിക്കുണ്ട്. അവരെ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകാനില്ല, സ്റ്റോക്ക് വന്നുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. രണ്ട് കുട്ടികൾ അകത്ത് കിടന്നിരുന്നു. അപ്പോൾ സഹോദരൻ ആ റൂമിൽ ഉണ്ടായിരുന്നു. ശാരീരികൻ്റെ മക്കൾ തന്നെ. അപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ചെറിയ. ആ ചെക്കനും പിന്നെ അവൻ്റെ ജ്യേഷ്ഠനായ ഒരു 17 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർ 2 ആൾ കിടന്നിട്ട് അവരെ ശാരീരികൻ്റെ മേക്ക് ഇവിടുന്ന് കല്ല് വീണിട്ട് ഒരുപാട് വർഷത്തെ കല്ലാണ്. അത് ഭയങ്കര വെയിറ്റാണ്. ആ കല്ല് നേരെ അവരെ ഇവിടെ വീണു. കൈ നല്ല വീണിട്ടുണ്ടായിരുന്നു. അവർക്ക് ആശുപത്രിയിൽ പോയി 2 പേർക്കും ഹോസ്പിറ്റലിൽ പോയി. രാവിലെ 9:30 കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചെളിയങ്കോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടാകുന്നത് നമുക്ക് കാണാം. ഇത് പണ്ട് റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മലയുടെ ഭാഗത്ത് നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചൊരു മേഖലയാണ്. എന്നാൽ അതിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഏറെ തിരക്കുള്ളൊരു സമയമാണ്, ഓഫീസ് സമയമാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മാത്രമല്ല വലിയ ചരക്ക് വാഹനങ്ങൾ, KSRTC ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങളൊക്കെ തന്നെ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല 3 പേർക്ക് അപകടത്തിന്റെ ഭാഗമായി പരിക്ക് പറ്റുകയും ചെയ്തു. ബൈക്ക് യാത്രികർക്കും കാർ യാത്രികർക്കുമാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ബോട്ടിൽ കാണുന്നത് ഒച്ച കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് ആ 2ാമത്തെ തട്ടിലേക്ക് വീഴുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയി കയറുന്ന ബൈക്കുകാരൻ തെറിച്ച് അവിടെ വീഴുന്നത് കാണുന്നത്. പെട്ടെന്ന് ഓടി വന്ന് പിന്നെ മൂപ്പരെ 2ാമത് വന്ന കാറുകാരൻ സെക്കൻഡിൻ്റെ നിമിഷം കൊണ്ടാണ് ആ ബൈക്കുകാരൻ രക്ഷപ്പെട്ടത്. പിന്നെ ഏകദേശം നമ്മളെ ഈ ഒരു വലിപ്പം വരുന്ന കല്ലാണ് നേരെ വരുന്ന സ്പോട്ടിൽ. ആ ബൈക്കുകാരൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് നാടൻ വള്ളങ്ങളിൽ കടലിൽ പോകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ ഒരു ദുരന്തം നമ്മൾക്ക് ഒഴിവാക്കാനാകൂ. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.